565 divided by 24. 565 divided by 24 ചെയ്യുന്ന സമയത്ത് ആദ്യം ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവിഡൻഡ് മൈനസ് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ -1 ആണ്. അതായത് ഇതിൻ്റെ ഡിജിറ്റ് മൈനസ് ഇതിൻ്റെ ഡിജിറ്റ് -1. ഇത് 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 3 മൈനസ് ഇത് 2 ഡിജിറ്റ് നമ്പറാണ്. 2 - 1. 3 - 2 1 ആണ്. 1 - 1 0. അപ്പോൾ 0 റോഡിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. 0 റോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഫസ്റ്റ് റോഡാണ്. ഇതിൻ്റെ റൈറ്റിൽ വരുന്നതാണ് എന്ത് 0 റോഡ്. പിന്നെ -1 -2 റോഡ് അങ്ങനെ പോവുക. ഇപ്പുറം 1 ഫസ്റ്റ് സെക്കൻഡ് റോഡ് തേർഡ് റോഡ് അങ്ങനെ പോകും. അപ്പോൾ ഇത് നമുക്ക് 0 റോഡ് ഇതാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്ത് തുടങ്ങണം. 5 6 5 565 നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ആൻസർ റോഡ് കണ്ടുപിടിക്കണം. ആൻസർ റോഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഡിവൈസറിൻ്റെ ആദ്യത്തെ ഡിജിറ്റും ഡിവിഡൻറ്റിൻ്റെ ആദ്യത്തെ ഡിജിറ്റും തമ്മിൽ കമ്പയർ ചെയ്യാം. ഡിവൈസറിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിവൈസറിനേക്കാൾ ചെറുതാണെങ്കിൽ മാത്രം ജമ്പ് ചെയ്യേണ്ട, വലുതോ ഈക്വൽ ആകുന്ന സമയത്ത് ജമ്പ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ആണല്ലോ, 2നേക്കാൾ വലുതാണ് 5. അപ്പോൾ എന്തായാലും ജമ്പ് ചെയ്യണം. ജമ്പ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ്റെ തൊട്ടടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ആൻസർ റോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഒരു റോഡ് മാറിയിട്ട് അതായത് ഇവിടുന്ന് ഒരു റോഡ് ജമ്പ് ചെയ്ത് ഇവിടെ ആയിരിക്കണം ആൻസർ റോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ആൻസർ റോഡ് കിട്ടിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടടുത്തുള്ള 2 റോഡുകൾ ക്വസ്റ്റ്യൻ റോഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. അതിൽ എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ 0 5 ആണുള്ളത്. 5ൽ ഈ 2 എത്ര ടൈംസാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാം. നമുക്കറിയാം 2 2s are 4 ആണ്. 3 2s are 6 വരും. പക്ഷേ നമുക്ക് 6ലെ 5 മാത്രം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 2s are 4 ആണ്. 4 എന്ന് ഉദ്ദേശിക്കുന്നത് 0 5 എന്ന് തരും. 0 4 ലെസ് ചെയ്യണം. ഇവിടുന്ന് 4 ലെസ് ചെയ്യാന്ന് പറയുമ്പം +5 ആഡ് 1 ചെയ്യണം. ഇനി നമുക്ക് വരുന്ന നോക്കാം എവിടെയാണ് നമ്മൾ ചെയ്തത്, ഇതാണ്. അപ്പോൾ ഇതും എന്തായിട്ട് മാറി, നമ്മൾ ക്വസ്റ്റ്യൻ റോഡായി മാറി. അപ്പോൾ നമുക്കിവിടെ 16 ആണുള്ളത്. 16 നമ്പർ ഉണ്ട്. പക്ഷേ ഓർമ്മിക്കുക, ഇനി ഈ 2ന് എന്ത് ചെയ്യണം, ഡിവൈസറിൻ്റെ സെക്കൻഡ് ഡിജിറ്റായിട്ട് പരിഗണിക്കണം. നമ്മൾ 2നെ പരിഗണിച്ച് കഴിഞ്ഞു. കാരണം 2 × 4 ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 2 × 4 ചെയ്യണം. 2 × 4 8 ആണ്. അപ്പോൾ ഈ 16 നമ്മൾ എന്താക്കണം, 8 ലെസ് ചെയ്യണം. അതായത് 0 8 ആണ് ലെസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് 8 ലെസ് ചെയ്യാൻ പറ്റില്ല. 0 8 ലെസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, <10 ബിഗ് ഫ്രണ്ട് ഇക്വേഷൻ <10 ആഡ് 2 ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 2നെയും പരിഗണിച്ച് കഴിഞ്ഞു, 4നെയും പരിഗണിച്ച് കഴിഞ്ഞു. 2 ഡിജിറ്റ് ഉണ്ട്, 2നെയും പരിഗണിച്ച് കഴിഞ്ഞു. പിന്നെ ലെഫ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എത്രയാണെന്ന് നോക്കാം. 85 ആണുള്ളത്. 85 എന്ന് പറയുന്നത് ഈ 24നേക്കാൾ വലുതായതുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡിവിഷൻ ചെയ്യണം. 85ന് എന്ത് ചെയ്യണം, 24 കൊണ്ട് ചെയ്യണം. 85നെ 24 കൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ക്വസ്റ്റ്യൻ ഇവിടെ ഓൾറെഡി ഉണ്ട്, 85 എന്നുണ്ട്. അപ്പോൾ ആൻസർ റോഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. 2നെയും 8നെയും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും ആൻസർ റോഡ് കണ്ടുപിടിക്കാൻ. അപ്പോൾ 2നേക്കാൾ വലുതാണ് 8. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, ജമ്പ് ചെയ്യണം. അതായത് ഇതിൻ്റെ തൊട്ടടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, പ്ലേസ് ചെയ്യാം. ഇതാണ് ആൻസർ റോഡായിട്ട് വരാം. ഒരു റോഡ് ലെഫ്റ്റിലേക്ക് ജമ്പ് ചെയ്യും. ഇത് ആൻസർ റോഡായി കിട്ടിയാൽ നമ്മൾ പറഞ്ഞു തൊട്ടടുത്ത 2 റോഡാണ് ക്വസ്റ്റ്യൻ റോഡ്. അപ്പോൾ 0 8 ഉണ്ട്. അപ്പോൾ 0 8ൽ 2 എത്ര ടൈംസാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം 4 ആണ്. അപ്പോൾ 4 ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 4 × 2 8 ആണ്. 0 8 ഈ 8ന് നമ്മൾ എന്താക്കി, ലെസ് ചെയ്തു. ഇവിടെ ഇതും നെക്സ്റ്റ് റോഡ് ക്വസ്റ്റ്യൻ റോഡായി വരുമ്പോൾ 0 5 ആണുള്ളത്. പക്ഷേ ഈ 4ന് ഡിവൈസറിൻ്റെ സെക്കൻഡ് ഡിജിറ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 4 16 ആണ് വേണ്ടത് നമുക്ക്. പക്ഷേ 0 5 ആണുള്ളത്. മതിയായ നമ്പർ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് റീസ്റ്റോറേഷൻ. അതായത് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് ആൻസർ റോഡിൽ നിന്ന് 1 ലെസ് ചെയ്യുക, ഒരു റോഡ് റൈറ്റിലേക്ക് ജമ്പ് ചെയ്തതിന് ശേഷം ഡിവൈസറിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് എന്താണോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 25 ആയി മാറി. നമ്മൾ ക്വസ്റ്റ്യൻ റോഡിലെ നമ്പർ 25 മാറി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3ന് 4 പിന്നെ നമുക്ക് ആൻസർ റോഡിൽ വരുന്ന നമ്പർ 3 ആണ്. ആ 3നെയാണ് 4ൽ മൾട്ടിപ്ലൈ ചെയ്യും. 3 × 4 എത്രയാണെന്ന് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ റോഡിൽ ലെസ് ചെയ്യണം. 3 × 4 12 ആണ്. അപ്പോൾ 12 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 1ഉം ഇവിടുന്ന് 2 ലെസ് ചെയ്യണം. 2 ലെസ് ചെയ്യാൻ ഡയറക്റ്റ് ലെസ് ചെയ്യാൻ സ്മോൾ ഫ്രണ്ട് ഇക്വേഷൻ +5 ആഡ് 3. അപ്പോൾ ഇനി നോക്കാം. ഇനി നമുക്ക് ലെഫ്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ 2 ഡിജിറ്റിനെയും പരിഗണിച്ച് കഴിഞ്ഞിട്ട് വരുന്നത് എത്രയാണ്, 13 ആണ്. 13ൻ്റെ നമ്പർ നമുക്കറിയാം 24നേക്കാൾ ചെറുതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മൾ ആൻസർ റോഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വരുന്ന നമ്പർ 23 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 23 റിമൈൻഡർ 13 ആണ്. 23 ഇവിടുന്ന് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും, 13 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ 23 റിമൈൻഡർ 13 ആണ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ.